ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്നെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാമോ? നല്ല ഒന്നാന്തരം ഇടിഞ്ചക്ക പുഴുക്ക്. ഇടിഞ്ചക്കയും അതുപോലെ പയറും കൂടെ ചേർത്തിട്ട് ഒരു പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, തീരെ പൊട്ടുമല്ല എന്നാ ഒരുപാട് വിളയാത്തതുമായിട്ടുള്ള ഇടത്തരം ചെറുതാണ്. ചെറിയൊരു ചക്ക എടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പൊ പറിച്ചോണ്ട് വന്നേ ഉള്ളൂ. നല്ല കറ പോലും പോയിട്ടില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്കയാണ്. അപ്പൊ നമ്മള് ഇത് തൊലിയൊക്കെ പൊളിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഇപ്പോഴും പറയുക, എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല. ട്രൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ തന്നെ എന്റെ ഈ ചെത്തലും അരിയിലോ കാണുമ്പം ചോദിക്കരുത്, കമന്റ് ഇടരുത്, ചേച്ചിക്ക് ഇതിനെപ്പറ്റി ഒന്നും വലിയ ധാരണയില്ല അല്ലേ എന്ന്. ഇനി ഇത് നമുക്ക് കഷ്ണമാക്കി എടുത്തിട്ട് കഴുകുമൊക്കെ വേണം. ഇത് കറക്റ്റ് അല്ലേ? ഇത് കമ്പി വെച്ചിട്ട് കറക്റ്റ് അല്ലേ? ഇത് കണ്ടോ, ഈ ഒരു നടുക്കത്തെ ഒരു ഭാഗമുണ്ട്, അതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയത്തില്ല. അത് നമ്മൾ കട്ട് ചെയ്താ കൂഞ്ഞിലോ അങ്ങനെ കണ്ടാണ് പറയുന്നത്. ഇത് ഞാനിത് കട്ട് ചെയ്ത് കളയാണ്. ഒരു കാര്യം അറിയോ, കയ്യിൽ അഴിയുന്ന ചക്കപ്പഴം പോലും കഴിക്കാത്ത ഒരാളാണ് ഞാൻ. പിന്നെ ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ കഴിക്കും കേട്ടോ. പൊതുവേ എനിക്ക് ചക്കയോട് വലിയ താല്പര്യമില്ല. എനിക്ക് മെയിനായിട്ട് കപ്പ വേവിച്ചത് തന്നെയാണ് ഇഷ്ടം കേട്ടോ. എന്റെ അനിയത്തിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ചക്ക വേവിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. ചക്ക എന്ന് പറയുന്ന സാധനം നല്ല എന്താ പറയാ, സേഫ് ആയിട്ട് ഇരിക്കുന്നതാണ്. അതിന്റെ ഔട്ട് സൈഡിലെ ആ ഒരു തൊലി ചെത്തിക്കളഞ്ഞാൽ അകത്തിരിക്കുന്നതെല്ലാം ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോ എന്നാലും കഴുകേണ്ട ആവശ്യമില്ല. എന്നിട്ടും ചെത്തിക്കളഞ്ഞിട്ട് ഞാനൊന്ന് കഴുകിയിട്ടുണ്ട്. പിന്നെ അപ്പച്ചമ്മ നമ്മൾ വെച്ചിട്ടുണ്ട് അടുപ്പയിൽ, അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെടുത്ത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടേ ഇതൊന്ന് സെറ്റ് ആകുന്ന വരെ നമുക്കൊന്ന് വേവിക്കാം. ഇതിവിടെ ഇരുന്ന് വേകട്ടെ. നമുക്ക് അപ്പോഴേക്കും പോയി തേങ്ങ ചിരവണം, പയറ് വേവിക്കണം, പിന്നെന്നാ ഉള്ളി, പച്ചമുളക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കിയെടുക്കാനുണ്ട്. അപ്പൊ ഇത് വേകുമ്പോഴേക്കും നമുക്ക് അത് റെഡിയാക്കി എടുക്കാം. പച്ചക്കുരുമുളകാണേ, ഇത് കണ്ടോ, പച്ചക്കുരുമുളക് ചേർക്കുന്ന നല്ല തേങ്ങ ചിരണ്ടിയത്, പിന്നെ നമ്മുടെ ജീരകം, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, കാന്താരി മുളക്, ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, പിന്നെ നമ്മുടെ പച്ചക്കുരുമുളകില്ലേ, പച്ചക്കുരുമുളക്, ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ചതച്ച് ഒതുക്കിയെടുക്കാൻ പോവാണ്. ഞാനിപ്പോ ഒരു ഹെയർ സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ അഴിച്ചിട്ടെന്നേ ഉള്ളൂ. സാധാരണ കുക്ക് ചെയ്യുമ്പോൾ മുടി അഴിച്ചിടാൻ പാടില്ല. ഞങ്ങൾ ഈ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന സമയത്തെ നമുക്ക് ട്രെയിനിങ് ടൈം ഒക്കെ ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ നമ്മൾ ട്രെയിനീസ് അല്ലേ, അപ്പൊ നമുക്ക് നല്ല വഴക്ക് കിട്ടും. കാര്യം ഹെയർ ക്യാപ്പ്, ഹെയർ നെറ്റ് മസ്റ്റാ. ഇപ്പൊ നമ്മൾ ഫ്രണ്ട് ഓഫീസിലാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ നമ്മൾ റെസ്റ്റോറന്റിലോ അതിലെങ്കിൽ കിച്ചണിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല സീനാകും. അപ്പോ നമുക്ക് മുടി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാനിവിടെ ഇരിക്കുന്ന അനുസരിച്ച് ടേബിളിലുള്ളതെല്ലാം കുലുകുന്നു. മിക്കവാറും വേവിച്ച് വെച്ചേക്കുന്ന ഈ ചക്ക മൊത്തം തട്ടി താഴെ പോകുന്ന ലക്ഷണമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ നിലത്ത് കുത്തിയിരുന്ന് ചെയ്യാനൊക്കെ മടിയാ. അപ്പൊ അമ്മ തന്നെ എന്നോട് പറഞ്ഞു, ഗ്യാസ് സ്റ്റവും ടേബിളും ഒക്കെ വെളിയിൽ എടുത്തിട്ടിട്ട് സുഖമായിട്ടങ്ങ് ചെയ്തോ, എന്റെ മോള് കഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങ് ആയിക്കോട്ടെന്ന് വെച്ച്. ഇപ്പൊ നമ്മളിതെല്ലാം ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ആവി കയറ്റാൻ വെച്ച ചക്ക റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇത് ഓരോന്നും എടുത്ത് ഈ ഇടികല്ലിലിട്ട് ഇടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വേണം പുഴുക്കിന് വേണ്ടിയിട്ട് റെഡിയാക്കാനായിട്ട്. ഇതേപടി എന്നാലും കഴിക്കാൻ പറ്റത്തില്ലല്ലോ, നല്ല ചൂടുണ്ട്. വെന്തിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല, ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിത് ഇടിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ വെന്തിരുന്നെങ്കിൽ എന്ന് ഇങ്ങനെ തോന്നുവാണ്. ഒരു നമ്മളൊന്ന് ജസ്റ്റ് ഉടച്ചെടുത്താ പോരാ ഇങ്ങനെ നോക്കിയേ. നിന്ന് എക്സ്പ്രഷൻ ഇടുന്ന ഞാനും
പണിയെടുക്കുന്നത് അമ്മയാണ്. ഞങ്ങളെ കൊണ്ട് കുറെ ബാലവേല ചെയ്യിപ്പിച്ചില്ല, ഇനിയിപ്പം വാർദ്ധക്യവേലയായിട്ട്. എന്റെ ചത കണ്ടിട്ട് പറയാം, ഇത് പുഴുക്കെന്ന് പറയാൻ പറ്റത്തില്ല, ഇത് തോരൻ എന്ന് പറയണമെന്ന്. ഇതൊന്ന് പുഴുക്കാക്കും, നമ്മളിത് തിന്നും. അപ്പൊ നമ്മള് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാകുമ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുവാണേ. നമ്മൾ തേങ്ങയൊക്കെ ചതച്ചൊതുക്കി എടുത്തില്ലേ, ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യ ലെയറിലെ ഞാൻ ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ടുണ്ട്. ഇനിയുള്ള ലെയർ ആയിട്ട് വെക്കാനായിട്ടാണ്. അത് നിങ്ങളൊന്ന് കണ്ടു. ഇതൊക്കെ എന്റെ കയ്യിലെ കുറച്ച് പരിപാടികളൊക്കെയാണ്. ഇടിച്ച് ചവച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ഇടാൻ പോവാണ്, കുറച്ചായിട്ട്. ഒരു ലെയർ ഏറ്റവും വെളുത്തിൽ ഏറ്റവും അടിയിലത്തെ ലെയർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അതിന്റെ അടുത്ത സെക്കൻഡ് ലെയർ ആയിട്ട്, തേർഡ് ലെയർ ആയിട്ട്. ഇങ്ങനെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലല്ലേ, അപ്പൊ ഞാനങ്ങ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും കുറച്ചുകൂടി തേങ്ങ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മേളിലേക്ക് ജസ്റ്റ് ഒന്ന് വെതറി കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ, ഏറ്റവും കുറച്ചിട്ടേക്കുന്നത് കേട്ടോ. ഇത് പയറ് ഞാൻ കുക്കറിൽ വിസിലടുപ്പിച്ചെടുത്താണ്. ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൊത്തത്തിൽ ഇളക്കി കൊടുക്കാം. ഒരുമാതിരി സ്മെല്ല് വരും. അതെ, നമ്മൾ ചുമ്മാതെയല്ല അടച്ചു വെക്കുന്നത്. ഒരു വാഴയില ഇതിനിടയ്ക്ക് വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പച്ചമ്മന്റെ അടപ്പ് വെച്ച് തന്നെ അടച്ചു കൊടുക്കാം. വാഴയില മൊത്തത്തിൽ അകത്തോട്ട് പോകാം. ഇതിന്റെയൊക്കെ പിന്നിലെ കാര്യങ്ങൾ എന്നാന്നൊന്നും എനിക്കറിയാൻ മേല. ചില ഓൾഡ് അമ്മച്ചിമാരുടെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട്. അപ്പൊ അതില് ഇതുപോലെ വാഴയില വെച്ചിട്ട് അടയ്ക്കാറുണ്ട്. അപ്പൊ ഇതൊന്ന് റെഡി ആവട്ടെ കേട്ടോ. ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ്. എന്റെ പൊന്നോ, ഞാനിന്നതേ തിന്ന് ചാകാൻ പോകുന്നേ. ആഹാരമൊക്കെ വെന്ത് വരുന്നു. അയ്യോ സൂപ്പറാണെന്നൊക്കെ പറയരുത്. അത് കണ്ണു പിടിച്ചാ പിന്നെ അത് കൊള്ളുകയല്ലെന്നൊക്കെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് പറയാതെ വയ്യ. ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പുകഴ്ത്തൊന്നുമില്ല, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് തട്ടുപണി തുടങ്ങാം. ഓഹോ വാ, ഒന്ന് ടേസ്റ്റ് ചെയ്യ്. ഇതുണ്ടോ, ആ വാഴയിൽ നിന്ന് ഞാനങ്ങ് എടുത്തു കേട്ടോ. ടേസ്റ്റ് ചെയ്യണം, ചൂടാ. സൂപ്പർ ടേസ്റ്റ് അല്ലേ? അതെ, ഇത് കഴിക്കുന്നത് ആക്ട് ചെയ്ത് ആസ്വദിച്ച് കഴിക്കുന്ന ഒന്നും കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എന്റെ കഴിപ്പിന് അത്ര വലിയ ഭംഗിയൊന്നും കാണില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ കാണുന്ന ആരും അങ്ങനെ ലൈക്ക് ചെയ്യാറില്ല. 500 പേര് കണ്ടാലും 45 ലൈക്കൊക്കെയാണ് കിട്ടാറ്. എന്നാലും നമ്മളും സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുന്നത് നല്ല സപ്പോർട്ടോടെ ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ എന്റെ ഈ ഫേസ്ബുക്കിന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാം. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമും ഉണ്ട്, യൂട്യൂബും ഉണ്ട്. അത് ഞാൻ പേര് താഴെ കൊടുത്തേക്കാം. അപ്പോ അടുത്ത ദിവസം ഇതുപോലെ വേറെ എന്തെങ്കിലും അടിപൊളി സാധനമായിട്ട് വരുന്നവരെ ബൈ.